തരം താഴ്ത്തി കാണാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ആർമി എന്ന വാക്കിന് അർത്ഥമില്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു സംസാരമാണ് അല്ലു അർജുൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ FIR ഫയൽ ചെയ്യുകയുണ്ടായി. പുഷ്പ 2 എന്ന ചിത്രത്തിൽ ഈ കറപ്ഷൻ, പിന്നെ അത് കഴിഞ്ഞ് ഈ ഇല്ലീഗൽ സ്മഗ്ലിംഗ് തുടങ്ങിയ കാര്യങ്ങൾ, വയലൻസ് തുടങ്ങിയ കാര്യങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ ചിത്രം നിരോധിക്കണം, ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഹർജി തെലങ്കാന ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യപ്പെടുകയുണ്ടായി ഡിസംബർ ആദ്യവാരം. പക്ഷേ ഹൈക്കോടതി ഈ ഹർജി നിരുപാധികം തള്ളുകയാണ് ഉണ്ടായത്. 2024 ഡിസംബർ 4 ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജുൻ്റെ നേതൃത്വത്തിൽ ഒരു സിനിമയുടെ, ഈ പുഷ്പ 2 സിനിമയുടെ ഒരു സ്ക്രീനിങ് വെച്ചിരുന്നു. അപ്പോൾ ആ സ്ക്രീനിങ്ങിന് ഒരുപാട് ജനക്കൂട്ടം തടിച്ചുകൂടിയതിനെ തുടർന്ന് ഒരു സ്ത്രീ മരിക്കുകയും അവരുടെ കുട്ടിക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ കാരണത്താൽ പിന്നീട് ഭാരതീയ നിയമസംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം അല്ലു അർജുനെതിരെയും സന്ധ്യ തിയേറ്റർ ഉടമയ്ക്കെതിരെയും അല്ലു അർജുൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റികൾക്കെതിരെയും ഒരു കേസ്